വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം ഈ പഠനത്തിൽ നിന്നുള്ള 97ാമത്തെ അവതരണമാണ്. റോമർക്കെഴുതിയ ലേഖനം. വിശ്വാസത്താൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തിയാലോ കർമ്മങ്ങളാലോ പ്രമാണങ്ങളാലോ അല്ല. ദൈവം വെച്ച രക്ഷാപദ്ധതി, കർത്താവ് യേശു എന്ന ലോകരക്ഷകൻ, കർത്താവ് യേശുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നു. പക്ഷേ നീതീകരിക്കപ്പെടുന്ന വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. എങ്കിൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് ജീവിതത്തെ നിയന്ത്രിക്കാൻ നടത്തുവാനും പറ്റുകയുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഈ വിഷയമാണ് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. നീതീകരിക്കപ്പെട്ടവരുടെ അനുഗ്രഹങ്ങൾ. നാം വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടു. അതായത് നാം ദൈവത്തോട് സമാധാന ബന്ധത്തിലായി. പാപത്താൽ ദൈവത്തോട് ശത്രുക്കളായിരുന്നു, ദൈവത്തിൻ്റെ വിരോധികളായിരുന്നു. പക്ഷെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തോടുള്ള സമാധാന ബന്ധം, അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കുന്നു. മറ്റൊരു അനുഗ്രഹം നാം കണ്ടത് കൃപയിൽ പ്രവേശിക്കുവാനും നിൽക്കുവാനും സാധ്യമായി. കൂടാതെ കഷ്ടതകളിൽ നാം വ്യക്തതയുള്ളവരായതുകൊണ്ട്, അതിൽ ദൈവ പദ്ധതി തിരിച്ചറിയുന്നതുകൊണ്ട്, അതിൻ്റെ അനന്തരഫലമെന്തെന്നത് ബോധ്യമുള്ളതുകൊണ്ട് കഷ്ടതകളിലും നാം പ്രശംസിക്കുന്നു, അഥവാ സന്തോഷിക്കുന്നു. ഒരു പാഠം നാം ആദ്യം തന്നെ മനസ്സിലാക്കിയുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സമാധാനം എന്നുള്ളത് സംഘർഷങ്ങൾ ഇല്ലാത്ത ഒരു അനുഭവമല്ല. പ്രതികൂലങ്ങളും സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോഴും അതിൻ്റെ നടുവിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സമാധാനം. മറ്റൊരു പാഠം നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം തന്നെ തീരുമാനിക്കണം, നാം നേരിടുന്ന കഷ്ടതകൾ നമ്മെ കൂടുതൽ നല്ലവരാക്കി മാറ്റുമോ അതോ കയ്പ് നിറഞ്ഞവരാക്കി മാറ്റുമോ? നാം എന്തറിയുന്നു, എന്ത് സമീപിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ സമീപിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലക്ഷ്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ നമ്മൾ കണ്ടപ്പോൾ വ്യക്തമായി നമ്മൾ കണ്ടു, നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രത്യാശ, അതായത് കഷ്ടതകളിലൂടെ സഹിഷ്ണുത, സഹനശക്തി, അതിലൂടെ സ്വഭാവ രൂപീകരണം, അത് കൂടുതൽ പ്രത്യാശയിൽ നിൽക്കുവാൻ ഇടവരുത്തുന്നത്. ആ പ്രത്യാശയ്ക്ക് ഒരു പങ്കും വരില്ല, പ്രത്യാശ പരാജയപ്പെടില്ല എന്നുള്ളത് ഉറപ്പ് തന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്ന 3ാമത്തെ പാഠം മറ്റൊരു പ്രധാനപ്പെട്ടൊരു പാഠമാണ്. എന്ത് സംഭവിച്ചാലും ഒരു വലിയ സത്യം നാം മുറുകെ പിടിക്കണം. ആ സത്യം മറ്റൊന്നുമല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് ബോധ്യപ്പെടണം, അത് മുറുകെ പിടിക്കണം. അപ്പോൾ നാം നീതീകരിക്കപ്പെടുന്നതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സംശയമുണ്ടാകാം, ചോദ്യമുണ്ടാകാം. ഈ അനുഗ്രഹങ്ങൾ എൻ്റേതാണ് എന്നുള്ളത് എനിക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അതിനുള്ള തെളിവാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു യാഥാർത്ഥ്യം മുറുകെ പിടിക്കണം. അതെന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം. ദൈവം എന്നെ, നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് 2 മാർഗത്തിലൂടെയാണ്. ഒന്നാമത് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എങ്ങനെ? ദൈവം നമ്മുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി തന്നുകൊണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആദ്യമായുള്ള പരാമർശമാണ് റോമലേഖനം നമ്മളിവിടെ കാണുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മളെ അത് ബോധ്യപ്പെടുത്തി തരികയാണ്. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പകരുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പകരുകയാണ്, അത് നമ്മളെ ബോധ്യപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ദൈവ പൈതൽ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. കൂടുതൽ വിശദമായി നമ്മൾ 8-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ആ വിഷയം നാം മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ആ പ്രവർത്തനത്തിൽ ഒരു സൂചന മാത്രം. ഇവിടെ കണ്ടു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരുകയാണ്.
ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു നിശ്ചയമുണ്ട്. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അത് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ. എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും ദൈവവചനത്തിലൂടെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അത് ആത്മാവിൻ്റെ വാളെന്നറിയപ്പെടുന്ന വചനത്തിലൂടെയാണ്. എഫേസ് ലേഖനം 6:17, പത്രോസിൻ്റെ 2-ാം ലേഖനം 1-21 വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ തൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 21 വാക്യത്തിൽ പത്രോസ് പ്രകാരം പറയുകയുണ്ടായി, പ്രവചനമൊരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ ദൈവം തൻ്റെ പ്രവർത്തികളെല്ലാം നിറവേറ്റുന്നത്, ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അനവധി തവണ വ്യക്തമായിട്ട് ഉറപ്പോടെ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ ഉള്ളിൽ അഥവാ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. പുറത്തൊരു കെട്ടിടത്തിലല്ല, ഒരു പാത്രത്തിലല്ല, മറ്റൊരിടത്തുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നത്, വസിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഉള്ളിലാണ്. കേൾക്കുക, റോമാലേഖനം 8-ാം അധ്യായം 9 മുതൽ 11 വരെ. അവിടെ ഇങ്ങനെ കാണാം, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന് വരികിൽ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. എങ്ങനെയാണ്? നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഇപ്പോൾ ദൈവാത്മാവിനാലാണ് നാം ആത്മീക സ്വഭാവമുള്ളവരായി മാറേണ്ടത്. നമുക്ക് കൃത്രിമമായിട്ടത് കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഞാൻ ക്രിസ്തുവിൻ്റേതാണെന്ന് പറയേണ്ടത് ഞാനല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാക്ഷ്യം എനിക്കുണ്ടാകണം. 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ആത്മാവ് മാത്രമല്ല, ആത്മാവിലൂടെ കർത്താവ് യേശു നമ്മുടെ ഉള്ളിൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലോ, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, അതായത് പിതാവായ ദൈവം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ഇപ്പം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൃത്യമാണ്, വ്യക്തമാണ്. നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, അപ്പോൾ ആത്മാവ് നമ്മിൽ വസിക്കണം. നാമാണ് മന്ദിരം, നാമാണ് ആലയം. അങ്ങനെ വസിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ഉറപ്പ് തരികയാണ്, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എത്ര തവണ ഈ വാക്ക് നമ്മൾ കേട്ടു? വസിക്കുന്നു. ആത്മാവ് നമ്മിൽ വസിക്കുന്നു. പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കും. റോമലേഖനം 8 തന്നെ 6 മുതൽ 28 വരെ പറയുമ്പോൾ, അവൻ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ഒരു 8-ാം അധ്യായം വരുമ്പോൾ വിശദമായത് പഠിക്കും. ആത്മാവിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവർ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്, ദൈവം പ്രവർത്തിക്കുകയാണ്, ഇടപെടുകയാണ്. അത് ദൈവിക പരിപാലനം നടത്തുകയാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വാസ്തവത്തിൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരു പക്ഷേ പൗലോസ് ആഗ്രഹിക്കുന്നത് പല അർത്ഥങ്ങളുണ്ടാകാം അതിൽ. ഒന്ന്, ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. അത് ആശയം അതിൻ്റെ ഉള്ളിലുണ്ടാകാം. പെന്തിക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. കർത്താവ് യേശുവിനെ തിരിച്ചറിയാൻ പോയ ജനത്തോട് വ്യക്തമായി പ്രസംഗിച്ചു, നിങ്ങൾ ഓരോരുത്തരും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൽ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതൊരു ദാനമാണ്, ഇതൊരു ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദാനമാണ്. അത് നിബന്ധനാ വിധേയമാണ്. കർത്താവ് യേശുവിൽ വിശ്വസിക്കണം, പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടണം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയണം, കർത്താവിൻ്റെ ചേരുവാൻ സ്നാനമേറ്റ് പഴയ മനുഷ്യരെ കുഴിച്ചിടണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ആത്മാവിനെ നൽകുന്നത്. നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനമായി നമുക്ക് തരികയാണ്. ഇതാണ് പ്രവർത്തികൾ 5:32 ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. ഇത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ്. ദൈവം നിങ്ങളെയും എന്നെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ദൈവം തൻ്റെ ആത്മാവിനെ തന്നത്. ആത്മാവിലൂടെ മാത്രമേ ദൈവസ്നേഹം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാരണം അത് ഗലാത്യലേഖനം 4:6 പറയുന്നത് പോലെ
നാം മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചത് നമ്മൾ മക്കളായതുകൊണ്ടാണ്. വീണ്ടും ജനനത്തിലൂടെ ദൈവ മക്കളായി മാറി. അതിന് മുദ്ര പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അയച്ചു. ഇത് നമുക്കൊരു പ്രതിജ്ഞയാണ്. ദൈവം ഒരു ഉറപ്പ് തരികയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ് സഭയോട് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. എഫേസ് ലേഖനം 1:14 ദൈവം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വാക്യം വിശദമാക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്ന അവകാശം, അതിൻ്റെ അഡ്വാൻസ്, അതിൻ്റെ ഉറപ്പ്, ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തരികയാണ്. അതൊരു ജാമ്യം പോലെയാണ്. നമുക്ക് തരാൻ പോകുന്ന ബാക്കി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നതിൻ്റെ ഉറപ്പാണിത്. ഇപ്പോൾ ഇതെല്ലാം അർത്ഥങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നവർ ഇതെല്ലാം അതിൽ ഉൾപ്പെടുകയാണ്. ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തെളിവെന്താ നമ്മൾ തേടുന്നു? ഞാൻ നിൻ്റെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന തെളിവാണ്. ഞാൻ നിനക്ക് തരാനായിട്ട് നീക്കി വച്ചിരിക്കുന്ന, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ അവകാശത്തിൻ്റെ അഡ്വാൻസാണ്, വലിയ ഉറപ്പാണ്, എൻ്റെ പ്രതിജ്ഞയാണ്, എൻ്റെ മുദ്രയാണിത്, നീ എൻ്റേതാണെന്നുള്ളതിൻ്റെ തെളിവാണിത്. മാത്രമല്ല, തുടർന്ന് വരുന്ന വേദഭാഗങ്ങളിൽ, റോമലേഖനം 5 തുടർന്നുള്ള വരുന്ന വേദഭാഗങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും അധികമായി പ്രദർശിപ്പിക്കപ്പെട്ടത് ദൈവം തൻ്റെ പുത്രനായ കർത്താവ് യേശുവിനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായി തീരുവാൻ നൽകിയതിലൂടെയാണ്. റോമലേഖനം 5-ാം അധ്യായത്തിന് 6 മുതൽ വായിച്ചു കഴിഞ്ഞാൽ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കും ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കൽ. ശ്രദ്ധിക്കുക, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം ഇത് കാണാം. ദൈവം തൻ്റെ സ്നേഹം നമുക്ക് കാണിച്ചു തന്നു. ക്രൂസിലേക്ക് നമ്മൾ നോക്കാൻ പറഞ്ഞു. നിങ്ങളോടുള്ള എൻ്റെ സ്നേഹ നിമിത്തമാണ് എൻ്റെ പ്രിയപുത്രനെ ഈ വിധത്തിൽ ഏറ്റവും ഹീനമായ മരണത്തിന്, അപമാനകരമായ മരണത്തിന് ഞാൻ ഏൽപ്പിച്ചത്. ദൈവം അതിലൂടെ നമ്മളെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് പിന്നീട് താഴോട്ട് വരുമ്പോൾ പഠിക്കാം. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ദൈവത്തിലുള്ള സ്നേഹമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ഇത് പലർക്കും മനസ്സിലായില്ല. പലരുടെയും വിചാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ പകർന്നു എന്ന് പറയുന്നത് ഒരു വികാര തലത്തിലുള്ള ഒരു അനുഭവം എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു വികാരമല്ല. ശരിക്കും നമുക്ക് വികാരമുണ്ടാകും, പക്ഷേ എല്ലാ സമയത്തും വികാരം ഉണ്ടാകണമെന്നല്ല. വികാരത്തിൽ ആശ്രയിക്കരുത്, തോന്നലുകളിൽ ആശ്രയിക്കരുത്. ഇപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു നല്ലൊരു അനുഭവമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടാകില്ല, തോന്നലുകളും വികാരങ്ങളൊന്നും ഉണ്ടാകില്ല. അതിൻ്റെ അർത്ഥം ആ സമയത്ത് ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെന്നാണ്? ഒരിക്കലുമല്ല. ദൈവം നമ്മളെപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ വികാരങ്ങൾ മാറി മാറി വരും. വികാരങ്ങൾ മണൽ പോലെയാണ്, അതിൽ അടിസ്ഥാനപ്പെടുത്താൻ പറ്റില്ല. അത് നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഒന്നല്ല. വികാരങ്ങൾ അളവുകോലല്ല. ഞാൻ ദൈവപൈതലാണെന്നുള്ളത് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഇരിക്കുമെന്നുള്ളതല്ല. അതൊരു അളവുകോലല്ല ഞാൻ ദൈവപൈതലാണെന്നുള്ളതിന്. പക്ഷെ ദൈവങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു, പരിശുദ്ധാത്മാവിന്. ഇത് നമുക്ക് സാധ്യമായത് എങ്ങനെയാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട്, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതുകൊണ്ട്. അതിൻ്റെ ഫലമാണ് നമുക്ക് ഈ പ്രത്യാശയുള്ള ജീവിതം. നമ്മളെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല, പ്രത്യാശ നമ്മളെ കൈവിടില്ല. റോമലേഖനം 8-ാം അധ്യായം 11 മുതൽ 17 വരെ, ഗലാത്യർ 4:6 നാം മക്കളാകുകൊണ്ട്. എഫേസ് ലേഖനത്തിൽ നാം സുവിശേഷം കേട്ട് നമ്മളെ ദൈവം അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു എന്നൊക്കെ എഫേസ് ലേഖനം 1:13-14. അപ്പോസ്തലത്തിൽ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ 33-ാം വാക്യത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്ത് പകർന്നു തന്നു. കർത്താവ് യേശു സ്വർഗത്തിലേക്ക് ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ മേൽ പകർന്നു തരികയാണ്. അതേ അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളിലും അവിടെ കാണാൻ സാധിക്കും: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ, ഇപ്പോൾ നിബന്ധന വിധേയമാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ഇവിടെ കൂടി വന്ന എല്ലാവരുടെ മേൽ ലഭിച്ചില്ല. ഈ പറയുന്ന പോലെ കൽപ്പന അനുസരിച്ചവർ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഓരോരുത്തൻ, കുടുംബമായിട്ടല്ല, വ്യക്തിപരമായി കർത്താവ് യേശുവിൻ്റെ നാമം, അധികാരത്തെ അംഗീകരിച്ച്
ക്രിസ്തുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്ന വീണ്ടും ജനം പ്രാപിച്ചവരുടെ ഉള്ളിൽ പാപം പാപം നീക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തു. അതാണ് 5:32 പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് പകർന്നത് നാം സുവിശേഷമനുസരിച്ച്. കാരണം ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലം സ്നേഹം, അതിൻ്റെ പാർശ്വത്തിൽ കൊച്ചു കൊച്ചു ഫലങ്ങൾ വേറെയുണ്ട്. മൊത്തത്തിൽ 9 ഫലങ്ങൾ. പ്രധാനപ്പെട്ടത് സ്നേഹമെന്ന ഏകഫലം, അതിൻ്റെ ചുറ്റുമുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ബാക്കി 8 ഫലങ്ങൾ. ഇപ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹ, സന്തോഷം, സമാധാനം, പരോപകാരം, സൗമ്യത, വിശ്വസ്തത എന്നൊക്കെ ഇന്ദ്രിയ ജയം തുടങ്ങിയ ഫലങ്ങൾ മറ്റുണ്ട്. പക്ഷേ സ്നേഹമാണതെല്ലാം. സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലും യോഹന്നാൻ ഇപ്രകാരം അത് എഴുതും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. ഇവിടെ അഭിഷേകം എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാസമാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്കത് തന്നെ പറയും, നിങ്ങൾ ആദ്യം മുതൽ കേട്ട് നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ട് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും, ദൈവത്തിൽ വസിക്കും. ഇത് ആത്മാവിലൂടെയുള്ള ശുശ്രൂഷയാണ്. തുടർന്ന വാക്യം നമുക്കത് വായിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഉറപ്പിച്ചു തരുന്നത്, ബോധ്യപ്പെടുത്തി തരുന്നത്, അത് അനുഭവിക്കാൻ നമുക്ക് ഇടവരുത്തുന്നത് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ആത്മാവിലൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ നൽകി തന്നിട്ടില്ലാത്ത, ഉള്ളിൽ ലഭിച്ചിട്ടില്ലാത്ത, ആ ദാനം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാൾക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ള നിശ്ചയമുണ്ടാകില്ല, ബോധ്യമുണ്ടാകില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-17 വരെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം, കാത്തുകൊള്ളണം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുക, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. അവിശ്വാസികൾ കിട്ടില്ല ദൈവത്തിൻ്റെ ആത്മാവ്. വചനമനുസരിക്കാത്തവർക്ക് ആത്മാവിനെ കിട്ടില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിൻ്റെ വാസം നമ്മുടെ ഉള്ളിലുണ്ടാകണം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെ, 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വ്യക്തമായി യോഹന്നാൻ പറയും, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അനുസരണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം. അവൻ്റെ കൽപ്പന ശ്രദ്ധിക്കുക. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. യേത്താവ് യേശുവിൻ്റെ അധികാരം, ദൈവം അയച്ച രക്ഷകനെ, ആ മഷികായി നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുക വേണമെന്നുള്ളത് തന്നെ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും, കാരണം പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയാം. അപ്പോൾ അവിടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം കാണാം. അതാണ് അതിൻ്റെ തൊട്ട് പിന്നിലുള്ള വാക്യം പറഞ്ഞത്. അന്യോന്യം സ്നേഹിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ, അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും, അത് യേശുവിലും, അവൻ ഇവനിലും, അതായത് പിതാവ് പുത്രനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയാം. അനുഗ്രഹീത ഒരവസ്ഥയാണ്. അത് തന്നെ 4-ാമത്തെ അതിൻ്റെ 7 മുതൽ 13 വരെയും ഇവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അന്യോന്യം സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, സ്നേഹിക്കാതെ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ഏകജാതന പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ട ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിൽ നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതിൻ്റെ 13-ാം വാക്യം വരെ നോക്കുമ്പോൾ അതിൻ്റെ 12-ാം വാക്യം വായിക്കുക, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്ന സ്നേഹത്തെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ പരസ്പരമുള്ള സ്നേഹം വേണം. പരസ്പരമുള്ള സ്നേഹത്തിൽ ദൈവസ്നേഹം കൂടുതൽ അനുഭവിക്കാൻ കഴിയും. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. വീണ്ടും അതേ പ്രയോഗം, അവൻ നമ്മിലും നാം അവനിലും. പരസ്പരം ദൈവത്തിലുള്ള ബന്ധം, മുന്തിരിവള്ളിയും കൊമ്പും പോലെ. ഇപ്പോൾ ദൈവാത്മാവിനെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ ദൈവാത്മാവ് ഉണ്ടാകണം. റോമലേഖനം 8-ാം അധ്യായം 1 മുതൽ 7 വരെ അത് വ്യക്തമായി കാണാം. ഇപ്പോൾ കർത്താവ് യേശുവിലുള്ള വിശ്വാസത്താൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നോക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിലുള്ള കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്, നമുക്ക് വിജയം ഉറപ്പായിരിക്കുന്നത്. അത് ദൈവം നമുക്കൊന്ന് ഉറപ്പാണ്. ഗലാത്യ ലേഖനം 5:22-23, എഫേസ്യ ലേഖനം 1:13-14, 2 കൊരിന്ത്യർ 1:22, 2 കൊരിന്ത്യർ 5:5 തുടങ്ങിയ വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും.
1 യോഹന്നാൻ 3:21-24 വരെ 5:4. 1 യോഹന്നാൻ 5:4 വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ ജനിച്ചതൊക്കെ ഈ ലോകത്ത് ജയിക്കുന്നു. ലോകത്തെ ജയിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ നാം കണ്ടു ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിക്കുന്നൊക്കെ നമ്മൾ ഉറക്കെ പറയുന്നു. ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ തെളിവ്? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന തെളിവ് നമുക്കെന്ത് നിശ്ചയമുണ്ട്? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം ആ സ്നേഹം അറിയണമെന്ന് ആഗ്രഹിച്ച ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നാം വചനം അനുസരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ദാനമായി നമ്മുടെ ഉള്ളിൽ നൽകിയിട്ട് തന്നിരിക്കുന്നു. ആത്മാവ് നമ്മിൽ വസിക്കുന്ന അവസ്ഥ എന്നും ഉണ്ടാകണം. അതിന് വചനത്തോട് അനുസരണമുള്ളവരായിരിക്കണം. ഉദാഹരണത്തിന്, ഏത് കുട്ടിയുടെയും മാനസികമായ ആരോഗ്യത്തിന്, വികസനത്തിന് ആ കുട്ടിക്ക് ഉറപ്പാകേണ്ട ഒരു കാര്യമുണ്ട്: എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നെന്ന് ഉറപ്പുള്ള ഏത് കുട്ടിയും എല്ലാവിധത്തിലും ആരോഗ്യമുള്ള, വൈകാരികമായി വികസനം പ്രാപിക്കുന്ന, വളരുന്ന ഒരു കുട്ടിയായി മാറും. അത് കുടുംബ ബന്ധത്തിലും ശരിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്ന വ്യക്തമായ നിശ്ചയം ജീവിതത്തിൻ്റെ നിവൃത്തി, പൂർണ്ണതകൾക്ക് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ എത്ര ഉന്നതമാണ് ദൈവസ്നേഹം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന നിശ്ചയം സമർത്ഥമായ പല അനുഗ്രഹങ്ങൾക്കും വാതിൽ തുറക്കപ്പെടും. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും നാം ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ബോധ്യപ്പെട്ടൊരു വ്യക്തി സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും നിശ്ചയവും തന്നെക്കുറിച്ച് തന്നെ യഥാർത്ഥമായി വിലമതിക്കാനും തനിക്ക് കഴിയും. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. അല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യരുത്. ഈ ഒരു ബോധം വേണം. അതിന് ദൈവം എന്നെ സ്നേഹിക്കുന്ന ബോധം വേണം. ആ ബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ നമുക്ക് തരുന്നത് വചനം അനുസരിക്കുമ്പോഴാണ്. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ അറിയണം. എന്തറിയണം? ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ആ സ്നേഹത്തിൻ്റെ വലയത്തിലാണ്. സ്നേഹം തുള്ളിത്തുള്ളിയായിട്ടല്ല, പകരുകയായിരുന്നു എന്നിലേക്ക്. വലിയ വൻമഴ പോലെ കോരിച്ചൊരിയുകയായിരുന്നു എന്നിലേക്ക്. അങ്ങനെയാണ് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമായത്. ഈ നിശ്ചയം ബോധ്യം നമുക്ക് ഉറപ്പ് തരും, പ്രത്യാശ തരും. ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. തുടരാം അടുത്ത ദിവസം ഈ വിഷയത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.